ബിയാസാഗ ഗുരുമൂർത്തി, പശ്ചിമ ബംഗാൾ വഴി എത്തുന്നു അവർ, അതൊരു കാര്യം. അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വഴി, ആ അതിർത്തി വഴി കടന്നു വരുന്നുണ്ട്. മാത്രമല്ല ഇവരെ കൊണ്ടുവരുന്നത് ഒരു റാക്കറ്റാണ് എന്ന് പറയുന്നുണ്ട്. നേരത്തെ ഞാനത് പരാമർശിച്ചതാണ്. ഇവിടെ 10,000 മുതൽ 20,000 രൂപ വരെ കൊടുത്താൽ പാസ്പോർട്ടും ആധാറും പാൻ കാർഡും വോട്ടർ ഐ ഡി എല്ലാം കിട്ടും. കേരളത്തിലാണെങ്കിൽ റേഷൻ കാർഡ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേരളം ഇവരുടെ ഒരു ഇഷ്ടകേന്ദ്രമായിട്ട് മാറാനുള്ള കാരണം എന്തായിരിക്കും? പൊതുവെ ഇവിടെ വലിയ പരിശോധനകളൊന്നും ഇല്ല. മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഉള്ള ഒരു കാലാവസ്ഥ, അന്തരീക്ഷം, അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ബംഗ്ലാദേശികളെ ഇവിടെ ആകർഷിക്കുന്നതും പിടിച്ചു നിർത്തുന്നതും. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലും വളരെ ശക്തമായ ബംഗ്ലാദേശി സാന്നിധ്യമുള്ള ഇടമാണ്. അപ്പോ ഇതിപ്പോ ബംഗ്ലാദേശിൽ നിന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏജൻസി ഒന്നിച്ച് പറഞ്ഞയക്കുന്നതാണോ, ഇവിടെ അത് നല്ല വിളഭൂമിയാണ്, ഇവരുടെ പ്രത്യയശാസ്ത്രം പരീക്ഷിക്കാനെന്ന് തോന്നിയിട്ടാണോ, ഇതൊന്നും നമുക്കിപ്പോൾ അറിവില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ജിഷയുടെ കൊലപാതകം അമീറുൽ ഇസ്ലാം ചെയ്ത രീതി, ആ രീതി കണ്ടാൽ അറിയാം എത്രത്തോളം കിരാതമായി, എത്രത്തോളം വേദനിപ്പിച്ചൊരു മനുഷ്യനെ കൊല്ലാനുള്ള നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ഒരു ജനതയാണ് ഈ ബംഗ്ലാദേശികൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്നത് പോട്ടെ, അത് തന്നെ അങ്ങേയറ്റം അപലപനീയമാണ്, അങ്ങേയറ്റം വേദനാജനകമാണ്. റേപ്പ് ചെയ്ത സ്ത്രീയെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടും പോരാ, അവളുടെ ജനനേന്ദ്രിയത്തില് കുപ്പികൾ കുത്തിത്തിരുകയും വയറ് കീറുകയൊക്കെ ചെയ്യുന്നതിനാണ്. അപ്പൊ ബംഗ്ലാദേശി മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടോ എന്ന് നമ്മളിപ്പോ പരിശോധിക്കേണ്ടതാണ്. വളരെ ക്രൂവലായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിന് അവരുടമയാണ്. ഞാൻ അനിൽജിയോട് ചോദിക്കുകയാണ്, ഞാനൊരു വെജിറ്റേറിയൻ ആണ്, പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഒരു 9ാം തരത്തിൽ പഠിക്കുന്ന കുട്ടി അവന്റെ അച്ഛന്റെ കോഴിക്കടയിൽ നിന്നിട്ട് രാവിലെ ഒരു 10-20 കോഴിയെ കഴുത്ത് ഞെരിച്ച് കൊന്ന് അതിന്റെ തോലൊക്കെ പൂടൊക്കെ പറിച്ചു കളഞ്ഞ് അതിന്റെ വയറ്റിനകത്തൊക്കെ കുത്തി കീറി പുറത്തെടുത്ത് കളഞ്ഞ് ഡ്രസ് ചെയ്യുന്നതിന് പറയുന്നത്, ശരിക്കും ഡ്രസ് അഴിപ്പിക്കുകയാണ്. അങ്ങനെ അതിനെ അവിടെ കൊന്നുകൂട്ടി, അത് നിലവിളിക്കണം, അയ്യോ അയ്യോ എന്ന് കരയുന്ന കണ്ടിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് സൂപ്പറായിട്ട് കൊന്നു വെച്ചിട്ട് അവൻ കൈ കഴുകിയാലെ കുളിച്ചിട്ട് സ്കൂളിലേക്ക് വരുന്നു. സഹപാഠിയായ ഒരുത്തരോട് ദേഷ്യം വന്നിട്ട് അവന്റെ കഴുത്ത് ഞെരിക്കുമ്പോൾ അവൻ കരഞ്ഞാൽ ഈ കുട്ടിക്ക് മനോവേദന ഉണ്ടാകുമോ? അവൻ ആ പ്രവൃത്തി നിർത്തുമോ? ഒരു സാധ്യതയുമില്ല. കാരണം ദിവസവും രാവിലെ ഒരു ജീവി കഴുത്ത് പടഞ്ഞ് അയ്യോ അയ്യോ എന്ന് കരയുന്ന കേട്ടിട്ടും ഒരു കോസരമില്ലാതെ കൊന്ന് അതിന് തൊലി പറിച്ച് കളയാൻ മനസ്സിലുള്ള ഒരു കൊച്ചുകുട്ടി അവൻ അടുത്തിരിക്കുന്ന കുട്ടിയെ കൊല്ലാനും മടിക്കില്ല. അത് അവൻ കരഞ്ഞുകൊണ്ടോ കേണപേക്ഷിച്ചുകൊണ്ടോ നിർത്തുകയില്ല. ഈ തരത്തിലൊരു മൈൻഡ് സെറ്റ് ഗ്ലോബലി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ പറയുന്നുണ്ടൊന്നും വിഷമം തോന്നരുത്, നേരത്തെ സലീം സാർ പറഞ്ഞ സത്യമാണ്. ഈ പറഞ്ഞ മലയാളികളുടെ മടി വളരെ വലിയ കാര്യമാണ്. ഒരു വഹയ്ക്ക് കൊള്ളില്ല നമ്മൾ പറഞ്ഞു, പണ്ട് പറയില്ലേ, ഒരു വഹയ്ക്ക് കൊള്ളാത്ത വർഗമായിട്ട് മലയാളികൾ മാറിയിരിക്കുകയാണ്. ഇവിടുന്ന് ഗൾഫിൽ പോയാൽ കക്കൂസ് കഴുകാൻ റെഡിയാണ്, യൂറോപ്പിൽ പോയാൽ ആരുടെ ചെരുപ്പ് തുടയ്ക്കാൻ റെഡിയാണ്. അപ്പൊ നമുക്ക് ഈ അഭിമാനം, അഹന്ത ഇതൊക്കെ വളരെ പ്രൈഡ് കൂടിയ ഒരു ജനതയാണ്. അത് വിട്ടേക്കുക. മറ്റൊരു വിഷയം ഇതിലുള്ളത് ക്രൈമുമായി ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ട് ബംഗ്ലാദേശിയുടെ വരവിനെ നമ്മൾ പേടിക്കുന്നു? അവിടെ ക്രൈം ഇൻവോൾവ്മെന്റ് കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ ജനസംഖ്യയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന വളരെ ചെറിയൊരു ശതമാനം ജനങ്ങൾക്ക് ഒരു മൊത്തം ജനതയെ നിയന്ത്രിക്കാൻ പറ്റും. എങ്ങനെ? ക്രൈം റേറ്റ് അനുസരിച്ചിട്ട്. അതായത് ഇപ്പോ ഒരു ഗൂണ്ടാ സംഘം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? മാക്സിമം പോയാൽ 500 പേര് കാണുമായിരിക്കും. അങ്ങനത്തെ ഗൂണ്ടാ സംഘം പോലും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ 500 പേര് ആയുധധാരികളാവുമ്പോൾ, 500 പേർക്കും ഒരേ ആശയം ഉണ്ടാവുമ്പോൾ, ഈ 500 പേരും ടാർഗറ്റഡ് ആയിട്ട് അറ്റാക്കുകൾ അയച്ചു വിടുമ്പോൾ മറ്റ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ചിതറി ഓടുകയാണ് ചെയ്യുക. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബംഗ്ലാദേശി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ക്രൈമിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിനെ ഒതുക്കാൻ ഒരു പക്ഷെ നമ്മുടെ പോലീസ് സേനയ്ക്ക് പോലും പറ്റിയെന്ന് വരില്ല. കാരണം പോലീസ് സേന ഒരു പ്രൊട്ടക്റ്റീവ്, ഗാർഡിങ്, ലോ എക്സിക്യൂട്ടിംഗ് ടൈപ്പ് ഓഫ് സേനയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരൊരു ക്രിമിനൽസ് അല്ല, അവർ നിയമപാലകർ മാത്രമാണ്. ക്രിമിനൽസ് എന്താ ചെയ്യുന്നത്? ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയും. അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്, ഞാനത് മുമ്പ് പല സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. അതായത് ഈ ബംഗ്ലാദേശികൾ ചെയ്യുന്ന രീതി, ഗ്യാസ് ഉള്ള വീടുകളിൽ മിക്ക വീടുകളും അടുക്കള ജനൽ തുറന്നിട്ടിരിക്കും. അപ്പൊ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നാടൻ തോക്ക് ഉപയോഗിച്ചിട്ട്, അവിടെ കലാപം നടക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ഇവർ, നാടൻ തോക്ക് ഉപയോഗിച്ചിട്ട് ഗ്യാസ് സിലിണ്ടറിന്റെ അടപ്പിലോട്ടാണ് ഇവർ വെടിവെക്കുന്നത്. എങ്ങനെ ഉണ്ടാവും?
അപ്പോ ഒരു ചെലവ് കുറഞ്ഞ, ഒട്ടും ചെലവില്ലാത്ത ഒരു വെടിയുണ്ട കൊണ്ട് ഒരു വീട് മുഴുവൻ പൊട്ടിച്ച് അവനും ചാവും. ഈ പോകുന്നവൻ അവന് സ്വർഗം കിട്ടുന്നുള്ള മൂഢവിശ്വാസം ചെറുപ്പത്തിൽ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് റിലിജ്യനും ക്രൈമും ഒക്കെ ഒരുമിച്ച് ചേർത്ത് തലയ്ക്കകത്ത് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവര്. ഇവരെ പറ്റി ഞാൻ പിന്നെ ഫിസിക്കൽ സ്ട്രക്ചർ എടുക്കുക. അപ്പോ നമുക്ക് മനസ്സിലാവുന്നത് മുഖത്ത് രോമ വളർച്ച കുറവായിരിക്കും. മീശയും താടിയൊക്കെ വളരെ പിന്നെ അപ്പുറപ്പുറം രോമങ്ങളെ ഉണ്ടാവുള്ളൂ. ഉയരം പൊതുവെ കുറവായിരിക്കും. ക്രൗര്യമുള്ള ഒരു ദൃഷ്ടി. ഇതാണ് ഇവരുടെ ചടച്ച നെഞ്ച്. ഒരു ക്രൈം ചെയ്യാനൊന്നും അവനെ കൊണ്ട് കൊള്ളൂലെന്ന് തോന്നുന്നു ഒരു ബംഗ്ലാദേശിയെ കണ്ടാല്. പക്ഷെ അവൻ ഏത് കൊടിയ ക്രൈമും, രക്തം ചിന്തുന്ന ക്രൈം ചെയ്യാൻ മടിയില്ലാത്തവരാണ്. കാരണം അവര് ഈ കുറഞ്ഞ ഒരു 10-20 കൊല്ലത്തിനിടയ്ക്ക് ബാംഗ്ലാദേശികൾ ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ എടുത്തു നോക്കൂ. ക്രൂരമായി മനുഷ്യനെ കൊല്ലാൻ മടിയില്ലാത്തൊരു വിഭാഗമാണത്. അപ്പൊ ആ വിഭാഗത്തിന് മതചിന്തയും കൂടി വന്നാലോ? ഇല്ല, ഇപ്പൊ ഈ കൊല്ലുന്നത് ഒരു ഗുരുമൂർത്തിയാണെങ്കിൽ സ്വർഗം കിട്ടുന്ന ആരെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലോ? തീർച്ചയായിട്ടും അവർ ചെയ്യാതിരിക്കില്ല. അപ്പോ ഒരു ക്രിമിനലിനെ സംബന്ധിച്ച്, ഒരു ക്രിമിനലിന്റെ ഉള്ളിലേക്ക് മതബോധം കൂടി ചേരുമ്പോൾ അത് ക്രൈമിന്റെ ഒരു പൂരക്കളിയായിരിക്കും ഇവർ നടക്കുക. അപ്പൊ കേരളത്തിൽ ഇപ്പോഴും ഇത്തരക്കാരെ പലയിടങ്ങളിലും പാർപ്പിച്ചിട്ടുണ്ടെന്നും, അതിഥി തൊഴിലാളി എന്നുള്ള പേര് ഒന്ന് ആലോചിച്ചു. എന്ത് ഭരിക്കാൻ അറിയാത്തൊരു വങ്കന്റെ വാക്കല്ലേ അത്. ഭരിക്കാൻ അറിയുന്നവൻ വരുന്നതും പോട്ടെ, അവൻ ജോലി ചെയ്ത് പോട്ടെ എന്നല്ല വിചാരിക്കും. അല്ലാണ്ട് അവൻ അതിഥിയാണ്, അമ്മയുടെ കുഞ്ഞമ്മയുടെ മോനാണെന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ അതായത് ഇവിടെ വരുന്ന പിന്നെ ആളുകളെ പറ്റി കൃത്യമായ കണക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു രേഖയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവർ നേരത്തെ മാഡം പറഞ്ഞ പോലെ ഇവര് ട്രെയിനിലൊന്നുമല്ല, നേരിട്ടൊന്നുമല്ല വരുന്നത്. ഇവര് പല 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 മാർഗങ്ങളിലൂടെ, വാഹനങ്ങളിലൂടെ, ട്രക്കുകളിലൂടെ ഒക്കെ ഇവർ എത്തിപ്പെടുന്നതിലൂടെ there is no account of how many people have already settled in Kerala. അപ്പൊ ഇതിൽ ഏറ്റവും രസകരമായ സംഗതി എന്താ വെച്ചാൽ അനിൽജി പിന്നെ ഈ ബാംഗ്ലാദേശികളും ഇനി പോട്ടെ ബംഗാളികൾ പോലും യാത്ര ചെയ്യുന്ന ജനറൽ കമ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും യാത്ര ചെയ്യാൻ ദുര്യോഗം ഉണ്ടായിട്ടുണ്ടോ? AC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള ദുര്യോഗം ഒരു 3-4 തവണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാസാഗർ നമ്മളൊക്കെ ഇപ്പോൾ പാലക്കാട് നിന്നോ അല്ലെങ്കിൽ എറണാകുളത്തു നിന്നോ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. ദീർഘദൂര ട്രെയിനുകളെയാണല്ലോ നമ്മൾ ആശ്രയിക്കാറുള്ളത്. പണ്ട് ഈ AC കോച്ചുകളൊക്കെ കാലിയായി കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല, മാറി. ഇപ്പൊ മൊത്തം ഇവരാണ്. എന്തുകൊണ്ടാണ് AC കോച്ചുകൾ ഇപ്പൊ ഇവർ ഫിലിന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ കേരളം കൊടുക്കുന്ന പണം കൊണ്ട് എന്തും വാങ്ങാമെന്ന്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല് സൂപ്പർ മാർക്കറ്റിൽ ബാംഗ്ലാദേശികൾ, അതെ, സൂപ്പർ മാർക്കറ്റിൽ അവർ സാധനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ. നമ്മളൊക്കെയാണ് ഒരു പൗഡർ ഒരു പേസ്റ്റല്ലേ വാങ്ങുക, അവരൊന്നിച്ച് ആ സെക്ഷൻ കൂട്ടിയിട്ട് ചെയ്യുക. കാരണം അവരെ സംബന്ധിച്ച് ഇപ്പൊ പണം ഒരു പ്രശ്നമല്ലാതായി. കാരണം കേരളം കൊടുക്കുന്ന പണത്തിൽ അവർ കേരളത്തിനെതിരെ തന്നെ, കേരളം എന്നുള്ളതല്ല എന്റെ വികാരം, രാജ്യം എന്നുള്ളതാണ്, ഈ രാജ്യത്തിനെതിരെ തന്നെ പ്രവർത്തിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സാധനം എന്താന്ന് പോലും അവർക്ക് അറിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ തമിഴ്നാട്ടില് നിന്ന് കേരളത്തിലേക്ക് മിക്കവാറും യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ദീർഘദൂര ട്രെയിനുകൾ കയറുമ്പോൾ ഈ ചിലപ്പോൾ എനിക്ക് ഞാൻ ബുക്ക് ചെയ്ത ട്രെയിൻ മിസ്സായ അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളിൽ എന്റെ ഗതികേടിന് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി കേരളം കോഴിക്കോട് വരെ യാത്ര ചെയ്യാനുള്ള ഗതികേട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പിന്നെ അനിൽജി, നമ്മൾ നരകമാണ്, ഭേദം തോന്നിപ്പോകും. ഇവര് ഒരു സ്ത്രീയെ കൊണ്ട് കയറിയാൽ അവളെ പച്ചയ്ക്ക് അവർ കത്തിക്കും. അത് അത്രയും കാമാന്ധന്മാരായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ, ഇല്ലാത്ത വൃത്തികേടുകളൊന്നുമില്ല. വായ നിറച്ച് മറ്റേ സാധനം ചവച്ച് തുപ്പ്, അവിടെ മുഴുവൻ തുപ്പി വൃത്തികേടാക്കി, ബാത്റൂം വൃത്തികേടാക്കി. ഈ എന്താ പറയാ, മനുഷ്യർ തന്നെയാണോ ഇവർന്ന് പോലും നമുക്ക് സംശയം തോന്നും. അത് ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് ഗുരുമൂർത്തി. ബീഹാർ അതുകൊണ്ടാണല്ലോ സാർ ഞാൻ പറഞ്ഞത്. സാറേ, ഞാൻ അതുകൊണ്ടാണല്ലോ ബംഗാളികളാണെങ്കിലും ശരി എന്ന് പറഞ്ഞു, ബംഗ്ലാദേശി എന്ന് മാത്രമല്ല, ഉത്തരേന്ത്യയിലൊക്കെ ടിക്കറ്റ് എടുത്താൽ തന്നെ ഭാഗ്യമാണ്. നമ്മൾ മലയാളികൾ വളരെ നല്ല കുട്ടികളായതുകൊണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്തേ നമ്മൾ കയറുള്ളൂ. നമുക്ക് പേടിയാണ്, TTR തടഞ്ഞു നോക്കുമോ, ചോദിക്കുക, ഇറക്കി വിടും. ഇവർക്ക് ആ ഭയം ഒന്നുമില്ല. ലോ ആൻഡ് ഓർഡർ എന്താന്ന് പോലും ഇവർക്ക് അറിഞ്ഞൂടാ. ഇവര് ട്രെയിനിൽ ഇരിക്കുന്ന കണ്ടാല് കാലും കയറ്റിയിട്ട് അതിൽ ചവിട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ്. വളരെ ഇങ്ങനെ ഒരു വിഭാഗത്തിനെ എന്തിന് നമ്മൾ ഇവിടെ ആനയിച്ച് വരുത്തേണ്ടി വരുന്നു എന്ന് വെച്ചാൽ ഒറ്റ കാരണം, നമ്മളുടെ ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാര് ഓൺലൈൻ ഇന്റർനെറ്റ് ഗെയിമുകളിലും ഒഴുകിയിരിക്കുമ്പോൾ മറ്റവൻ അവിടെ നിന്ന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല വസ്ത്രം ധരിച്ച് മെയ്സി മുറിയിൽ ഇരുന്നും മടി പിടിച്ചു പോയി. ഇതിന്റെ ഫലം എന്താണ്? അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത യവന്മാർ വന്നിട്ട് എന്ത് ക്രൈം ചെയ്താലും നമുക്ക് ഒരിയാടാനുള്ള അവകാശമാണ് നഷ്ടപ്പെടുന്നത്. മാത്രവുമല്ല, ഇതിന് മാത്സ് ആയിട്ട് വേറൊരു വിഷയം പറയാം. അല്ല, ഇപ്പൊ സമ്പത്ത് കൂടി ഉണ്ട് കേട്ടോ. ഇവിടുന്ന് വ്യാപകമായി കല്യാണം കഴിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കല്യാണങ്ങളുണ്ട്. ഞാനതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു വിഷയം ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അതായത്
ഞാൻ കോഴിക്കോട് ജില്ലയിൽ രാത്രി ഒരു 10:20 ശേഷം യാത്ര ചെയ്ത തിരിച്ചു പിന്നെ നടന്നു വരുന്ന സമയത്ത് വഴിയരികിൽ മലയാളവും ബാംഗ്ലാ ഭാഷയും അറിയാവുന്ന ജിഹാദികളായിട്ടുള്ള ആളുകള്, ആ ജിഹാദിയെ ഞാൻ തിരിച്ചറിയാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ വേണ്ട, അവൻ ഈ പഠിപ്പിക്കുന്ന ഈ പിന്നെ എന്തിനാണ് ഖുർആൻ ഓതി കൊടുക്കുന്നത്? വരുന്നവനെ നമ്മുടെ ധർമ്മം, നമ്മുടെ മതം ഇതാണ്. രാത്രി ക്ലാസ് ആണ്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും കൃത്യമായ മതപ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവരുടെ ഇടയിൽ. അപ്പൊ എന്താണ് നടക്കാൻ പോകുന്നത്? ചില പള്ളികൾ ബാങ്ക് കൊടുക്കാൻ പോലും ബാംഗ്ലാദേശികളെ ഏൽപ്പിക്കുന്നു. എന്താണ് ഉദ്ദേശം? ഒരു ജനതയെ അവർ പോലും അറിയാത്ത സമയത്ത് അടിയിൽ നിന്ന് ഒറ്റ വലിയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ മലയാളവും ബാംഗ്ലയും അറിയുന്ന എത്രയോ മതപണ്ഡിതരുണ്ട്. അവരുടെ ഒറ്റ ആഹ്വാനം മതി. അതിക്രൂരരായ ഇവർ ഒരു ബംഗാളിക്ക് നമ്മൾ കണ്ടതാണല്ലോ, അല്ല പായിപ്പാട് നമ്മൾ കണ്ടതാണല്ലോ, ഇവര് പോലീസ് ജീപ്പ് കത്തിച്ചില്ലേ? അതെ, പോലീസ് ജീപ്പ് കത്തിച്ചു. പിണറായി വിജയന്റെ അതിഥികളായോണ്ട് ഒന്നും പറയാനും വയ്യ. അങ്ങനെ പോലീസ് കുടുങ്ങിയല്ലോ. അപ്പൊ ഞാൻ അത് മാത്രമല്ല, SDPI കോടതിയുടെ മുമ്പിൽ പോലീസ് ജീപ്പിന്റെ മേലെ കയറി ജസ്റ്റിസ് KT ശങ്കറിനെ കൊല്ലുന്നു പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ആത്യന്തികമായിട്ടൊരു ലഹള ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മതബോധനം നേടിയ ജിഹാദി ശക്തികൾ ബാംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരിൽ ഒരുപാട് പേരുണ്ട്. എത്ര പേരുണ്ട് നമുക്കറിയില്ല. അവരെല്ലാം തന്നെയും മതബോധനവും അതുപോലെ തന്നെ ഇതര മത നിഷ്കാസന ചിന്തയുള്ളവരുമായിട്ടുള്ള ക്രിമിനൽസ് ആണ്. പോലീസിനെ കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സന്ദേഹമാണ്. കാരണം പോലീസ് ഇതിന്റെ ഗൗരവം എത്രത്തോളം തിരിച്ചറിഞ്ഞു, സർക്കാർ ഇതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞോ എന്നൊന്നും നമുക്കറിയില്ല അനിൽജി. അതുകൊണ്ട് നാം എന്തേ ചെയ്യണ്ടു? ഇപ്പൊ നേരത്തെ സംസാരിച്ചത് എനിക്ക് തോന്നുന്നത് ശബ്ദം കേട്ടിട്ട് ജോർജ് ജോസഫ് സാറാണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ അതെ, ജോർജ് ജോസഫ് സാറ് പറഞ്ഞല്ലോ, ഇവിടെ വീട് പണിക്ക് വരുന്ന ബംഗാളിനെ അവൻ പറയുള്ളൂ. അവൻ ഇവിടെ ടൈല് വിരിക്കാൻ വരുന്നവൻ, പുല്ല് പറിക്കാൻ വരുന്നവൻ, പിന്നെ മൗവിങ്, അതായത് ഗാർഡൻ മൗവിങ്ങിന് വരുന്നവൻ, ഇവനെല്ലാം എവിടുന്ന് വരുന്നവനാണ്? ഇവൻ ഓരോ വീട്ടിൽ എത്ര പേര് താമസിക്കുന്നു, എത്ര പെൺകുട്ടികൾ, ഇതെല്ലാം അവൻ അറിയാലോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇരിപ്പിടങ്ങളിലേക്കും കിടപ്പറകളിലേക്കും വരെ കയറി വരുന്ന ഒരു ട്രെയിൻഡ് ജിഹാദി അല്ലെങ്കിൽ ട്രെയിൻഡ് കലാപകാരിയാണ് കേരളം വിളിച്ചു വരുത്തുന്നത്. നാളെ ഒരു വിസിലടിയുടെ ശബ്ദം കേട്ടാൽ അവന് തിരിച്ചറിയാനും ഉടനെ തൊട്ടടുത്ത് നിൽക്കുന്നവനെ കൊല്ലാനുള്ള ആഹ്വാനമായിട്ട് എടുക്കാൻ തക്ക രീതിയിലുള്ള ട്രെയിനിങ് ഇവിടെ നടക്കുന്നുണ്ട്. മതബോധനങ്ങൾ രാത്രി കാലങ്ങളിൽ സജീവമാണ്. പാതയോരങ്ങളിൽ പരസ്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇടങ്ങളിൽ ഇവരുടെ മതബോധനം രാത്രി ക്ലാസുകൾ ബാംഗ്ലാദേശികൾക്കുണ്ട്. ഇത് ഇനിയെങ്കിലും ദയവേത് ഇപ്പോഴുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മുൻകൈ എടുത്ത് അന്വേഷിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സമാധാനമായിട്ട് ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കിടക്കുന്നവൻ, അല്ലെങ്കിൽ കർത്താവെ സ്തോത്രം എന്ന് പറഞ്ഞ് ഉറങ്ങുന്നവനൊക്കെ കഴുത്തിന് വരെ തല കാണില്ല. മതം തിരഞ്ഞു പിടിച്ച് കൊല്ലുവാനും എത്ര ക്രൂരമായി എന്ത് രീതിയിലും ക്രൈം ചെയ്യാൻ കഴിവുള്ളവരാണ് ബാംഗ്ലാദേശികൾ. നമ്മളിപ്പോ കണ്ടല്ലോ ബാംഗ്ലാദേശിൽ എങ്ങനെയാണ് കൊന്നു കെട്ടിത്തൂക്കുന്നത്. അപ്പോ അത്രയും നിത്യവനെ എന്നോണം അത് കണ്ടു ഇവിടെ കണ്ണു മരവിച്ച് വരുന്നവന് മറ്റുള്ളവന്റെ രോദനമോ വേദനയോ ഒന്നും ഒരു പ്രശ്നവുമല്ല. സർക്കാരിന്റെ കണക്കില്ല അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെങ്കിലും ഞാൻ നോക്കിക്കോളൂ, എന്നെങ്കിലും അതിവിപുലമായ ഒരു കലാപം സംഘടിപ്പിക്കാൻ ശേഷിയും ക്ഷേമുഷിയും ഉള്ള ഒരു വലിയ ക്രിമിനൽ സംഘം ബാംഗ്ലാദേശിൽ നിന്ന് കേരളത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ട കാര്യമാണ്. ഓരോരുത്തരും ജാഗ്രത എടുക്കേണ്ട കാര്യമാണ്. അപ്പൊ അവരെങ്ങോട്ടാ പോണ്ടേ ചോദിച്ചു. നിങ്ങൾ വീണ്ടും ഉറക്കം കളഞ്ഞു.